ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് UK-യിൽ ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ റൂൾസുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ്. നിങ്ങളുടെ ഡ്രോണിൻ്റെ ഭാരം 250 ഗ്രാമിന് മുകളിലോ അല്ലെങ്കിൽ അതിലൊരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഓപ്പറേറ്റർ ഐഡിക്കും ഫ്ലയർ ഐഡിക്കും വേണ്ടി CAAയുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്തിരിക്കണം. ഡ്രോണുകൾ 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറി എന്നും സ്പെസിഫിക് കാറ്റഗറി എന്നും. ഓപ്പൺ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ലോ റിസ്കി കാറ്റഗറിയാണ്, റിസ്ക് കുറവുള്ള കാറ്റഗറിയാണ്. ഇതിൽ തന്നെ 3 സബ് കാറ്റഗറികളുണ്ട്: A1, A2, A3. കാറ്റഗറി A1-ൽ 250 ഗ്രാമിൽ താഴെ ഭാരമുള്ള ഡ്രോണുകൾ ആളുകളുടെ മുകളിലൂടെ പറത്താവുന്നതാണ്, എന്നാൽ ഒരു വൻ ജനക്കൂട്ടത്തിൻ്റെ മുകളിലൂടെ പറത്താൻ സാധിക്കുന്നതല്ല. കാറ്റഗറി A2 2 കിലോയിൽ താഴെ ഭാരമുള്ള ഡ്രോണുകൾ ഇതിൽ പങ്കെടുത്തിട്ടില്ലാത്ത വ്യക്തികളിൽ നിന്നും 50 മീറ്റർ ഡിസ്റ്റൻസിൽ വേണം പറത്താൻ. കാറ്റഗറി A3-യിൽ വരുന്നത് 2 കിലോയിൽ കൂടുതൽ ഭാരമുള്ള ഡ്രോണുകളാണ്. ഇവ വാണിജ്യ, വ്യവസായ, വിനോദ മേഖലകളിൽ നിന്നും 150 മീറ്റർ മാറി വേണം പറത്താൻ. അടുത്തായി നമ്മൾ നോക്കുന്ന സ്പെസിഫിക് കാറ്റഗറി. ഇത് ഹൈ റിസ്കി കാറ്റഗറിയാണ്. ഉദാഹരണം പറഞ്ഞാൽ തിരക്കേറിയ പ്രദേശത്ത് കൂടെ, ആളുകളുടെ അടുത്ത് കൂടെയൊക്കെ ഡ്രോൺ പറത്തുന്നതാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഈ കാറ്റഗറിക്ക് നമുക്ക് CAAയുടെ സ്പെഷ്യൽ പെർമിഷൻസ് ആവശ്യമുണ്ട്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഡ്രോൺ പറത്തുന്നതിനുള്ള റെസ്ട്രിക്ഷൻസ് ആണ്. അതിലൊന്നാമത്തേത് ഉയരം. നമുക്ക് ഡ്രോൺ പറത്താവുന്ന പരമാവധി ഉയരം 120 മീറ്റർ അഥവാ 400 അടിയാണ്. അതിനു മുകളിൽ ഡ്രോൺ പറത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് CAAയുടെ സ്പെഷ്യൽ പെർമിഷൻസ് ആവശ്യമുണ്ട്. അടുത്ത നിയന്ത്രണം: ഡ്രോൺ പറത്തുമ്പോൾ ഡ്രോൺ എപ്പോഴും നിങ്ങളുടെ കാഴ്ചപരിധിക്കുള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം. വിഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയും ഈ റൂളിനെ. അടുത്ത നമ്മൾ നോക്കുന്നത് നോ ഫ്ലൈയിങ് സോൺസ്. ഉദാഹരണം പറഞ്ഞാൽ എയർപോർട്ട്, മിലിറ്ററി ബേസ് തുടങ്ങിയ സെൻസിറ്റീവായ സ്ഥലങ്ങളിൽ ഡ്രോൺ പറത്താൻ നമുക്ക് പെർമിഷനില്ല. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി. ഇതിൽ വരുന്നത് അനുമതി കൂടാതെ മറ്റാളുകളുടെ ഫോട്ടോയോ വീഡിയോയോ നമ്മൾ എടുക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഡ്രോണുകൾ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. ഇൻഷുറൻസ് ആണ്. എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രോണുകൾക്ക് ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല. എന്നാൽ കൊമേഴ്ഷ്യൽ യൂസിന് ഉപയോഗിക്കുന്ന ഡ്രോണുകൾ ഇൻഷുറൻസ് നിർബന്ധമായി എടുത്തിരിക്കണം. അടുത്തായി നമ്മൾ നോക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പെനാൽറ്റീസ് ആണ്. CAAയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെനാൽറ്റിയോ തടവ് ശിക്ഷയോ ലഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിമാനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഡ്രോൺ പറത്തിയാൽ അത് ക്രിമിനൽ കുറ്റമാണ്.